മുംബൈയിലെ ഭക്ഷണപ്രേമികളെ ഭീതിയിലാഴ്ത്തി 7-Eleven ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തുവന്ന വീഡിയോ. ഉപഭോക്താക്കൾക്ക് കാണാനാകാത്ത ഔട്ട്ലെറ്റിലെ ബാക്ക് റൂമിൽ ഭക്ഷണപദാർത്ഥങ്ങൾ എലി കഴിക്കുന്നതാണ് വീഡിയോ. ഈ ഭക്ഷണപദാർത്ഥങ്ങൾ തന്നെയാണ് ആവശ്യക്കാർക്ക് വലിയ തുക ഈടാക്കി വിൽക്കുന്നതും. രാജ്യത്ത് പലയിടങ്ങളിലും പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും പടരുന്ന സാഹചര്യം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കുറ്റകരമായ സമീപനം ഒരു വലിയ റെസ്റ്റോറന്റിൽ ഉണ്ടായിരിക്കുന്നത്. അതും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈയിലെ മുന്തിയ റെസ്റ്റോറന്റിൽ. ഇവിടെ എലികൾ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒരു ഉപഭോക്താവ് തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. നവി മുംബൈയിലെ സീവുഡ് സ്റ്റേഷനിലെ 7-Eleven ഔട്ട്ലെറ്റിലാണ് ഉപഭോക്താക്കളെ പകർച്ചവ്യാധി ഭീഷണിയിലാഴ്ത്തിയ സംഭവമുണ്ടായിരിക്കുന്നത്. ഇത് പുറത്തുവന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഇതിനു മുൻപ് ഭക്ഷണം കഴിച്ചവർക്കെല്ലാം ഇവിടെ നിന്ന് കിട്ടിയത് എലി കഴിച്ചതിന്റെ ബാക്കി തന്നെയാകാമെന്ന ഗുരുതര ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സീവുഡ്സിലെ നെക്സ് മാളിലെ 7-Eleven ബ്രാഞ്ചാണ് ഇത്രയും അപകടകരമായ രീതിയിൽ ഭക്ഷണം സൂക്ഷിക്കുകയും വലിയ വില ഈടാക്കി ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുന്നത്. സുഹൃത്തുമൊത്ത് ഐസ്ക്രീം കഴിക്കാനെത്തിയ ഒരാളാണ് ഞെട്ടലോടെയും അറപ്പോടെയും എലികൾ ഐസ്ക്രീം കഴിക്കുന്ന കാഴ്ച റെസ്റ്റോറന്റിന്റെ ജനലിലൂടെ പകർത്തി പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചിരിക്കുന്നത്. 100 കണക്കിന് പേരാണ് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ദിവസവും വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉടൻ നടപടി ഉണ്ടാകണമെന്നും റെസ്റ്റോറന്റിനെതിരെ പോലീസ് കേസെടുക്കണമെന്നും ഇവിടെ എത്തിയിരുന്ന ഉപഭോക്താക്കൾ ആവശ്യപ്പെടുകയാണ്. സീവുഡ്സിലെ 7-Elevenൽ നിന്ന് ഇനി ആരും ഭക്ഷണം കഴിക്കരുതെന്നും പലരും ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. 7-Eleven കമ്പനിയുമായി ദേശീയ മാധ്യമങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കുറ്റകരമായ നിശബ്ദതയാണ് കമ്പനി തുടരുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.